റിയൽ വുഡ് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മുമ്പേ കാണിച്ചിട്ടുള്ളൊരു വീഡിയോയുടെ ചില ടെക്നിക്കലായിട്ടുള്ള മേഖലകളെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് കട്ടിലും ജനലും കൂട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ചിലരൊക്കെ ചില സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇത് കൂട്ടിക്കഴിയുമ്പോൾ കോച്ചം വരും, ഇത് ഫിറ്റ് ആയിക്കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് നിൽക്കില്ല എന്നുള്ള. അപ്പോൾ ഇത് കോച്ചൊക്കെ വരാതെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അതാണ് ഞാനൊരു ടെക്നിക്കൽ വീഡിയോ എന്ന് പറഞ്ഞത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വിവരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധയോടെ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തതിലൂടെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഈ ഡ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ടേബിള് നമ്മൾ വർക്കിന് വേണ്ടിയിട്ടിരിക്കുന്ന ടേബിളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് രണ്ടും തമ്മിൽ അനങ്ങാതെ യോജിച്ച് നിൽക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ 2 എൽ ക്ലാമ്പ് വെച്ചിട്ട് ഈ ബോക്സും ഈ ടേബിളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മുന്നോട്ട് ഓരോന്നും കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിൽ കോച്ചം വരാതെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പ്ലൈവുഡിൻ്റെ ഈ പീസ് ഇത് കമ്പനി കട്ടിങ്ങാണ്. ഇത് കറക്റ്റ് ഇത് മട്ടോണ്, സ്ക്വയറാണ്. ഇതിൻ്റെ ഈ ലെവലിൽ ഈ ചൊവ്വായ പീസ് ഞാൻ ഇതിൻ്റെ ലെവലിൽ ഞാൻ ഫിറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇതുമ്മൽ കറക്റ്റായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു പീസ് വെച്ചിട്ട് ഈ പ്ലൈവുഡിൻ്റെ ഈ ഷീറ്റിൻ്റെ ഈ മട്ടത്തിലായ സ്ക്വയർ ആയിരിക്കുന്ന ഈ പ്ലൈവുഡിൻ്റെ ഈ ഷീറ്റ് ഞാൻ ഡ്രിൽ ബിറ്റുമായിട്ട് കോച്ചം സെറ്റ് ചെയ്യാൻ പോകും. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടുത്തെ ഒരു ലെവൽ പിടിച്ചിട്ട് ഈ ഷീറ്റിൽ ഞാൻ ഇവിടെ ഒരു സ്ക്രൂ വെക്കും. സ്ക്രൂ വെച്ച് ലെവലാണ്. ഇനി ഞാൻ ഡ്രിൽ ബിറ്റിൽ സ്ക്വയർ വെച്ചിട്ട് ഇവിടുത്തെ കറക്റ്റ് ചെയ്ത് കറക്റ്റാണ്. ഇവിടെ അമർത്തിയിട്ടുണ്ട്, കറക്റ്റാണ്. പക്ഷേ ഇനി ഞാൻ അവിടെ സ്ക്രൂ ചെയ്യാൻ പോകും. ഞാനിവിടെ സ്ക്രൂ ചെയ്തു. ഇത് മട്ടത്തിലാണ് കേട്ടോ, സ്ക്വയറാണ് കറക്റ്റ്. ഇനി നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഹോൾ കിട്ടും. ഓക്കെ, നമുക്ക് ഫിറ്റിങ്സ് തുടങ്ങാം. നമ്മളവിടെ ആ സ്ക്രൂ വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മട്ടോണ് സ്ക്വയറാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ പീസ് സ്ക്വയറിൽ തന്നെ നമുക്ക് അങ്ങോട്ടും നമുക്ക് നീക്കി വേണം നമുക്ക് ഓരോ പീസും ഹോളിടാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കേണ്ടത് ആവശ്യം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും നീക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ
2 ക്ലാമ്പ് കൂടി. ഉപയോഗിക്കാത്ത സമയത്ത് എടുത്ത് മാറ്റി വെക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിടാം. ഇവിടെ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മാറ്റം വരില്ല, അതിന് മാറ്റം വരില്ല. എപ്പോഴെങ്കിലും നമുക്ക് എടുത്ത് നോക്കാം. ഇനി തുളക്കാം. ഇനി നമുക്ക് ഇത് താഴത്തേക്കോ മുകളിലേക്കോ പോയിട്ടാന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് താഴത്തേക്കോ മുകളിലേക്കോ പോയിട്ടാന്ന് നോക്കാം. ഇത് കറക്റ്റ്, ഇപ്പോ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു വിഷയമില്ല. ഇനി അഥവാ അങ്ങോട്ട് നീങ്ങാനുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചാനൽ ഒന്ന് പൊക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ചീട് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിപ്പോ കറക്റ്റ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നമുക്കിത് പോളിടാം. പോളിടാൻ നേരത്തെ നമ്മൾ വേറെ ചെയ്യേണ്ട അവിടെ ജസ്റ്റ് ഒന്ന് കൈ പിടിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ എളുപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലാമ്പിട്ട് പൂട്ടി ചിറ്റാൻ വെക്കുന്ന പണികളും മറ്റും എല്ലാം നമുക്ക് ഒഴിവാക്കി. ഇതിപ്പോൾ നമുക്ക് ഓരോ പീസുകളും നമുക്ക് ഹോൾട്ട് എടുക്കാം. അവസാനം നമ്മൾ ഒരുമിച്ച് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഹോൾ ഇടുക. നമ്പർ ഇട്ടിട്ടുണ്ട്, ഓരോന്നിനും നമ്പർ ഇട്ടേക്കുക, അത്രേ ഉള്ളൂ. ഇപ്പുറം ഹോൾഡ്, ഇപ്പുറം ഹോൾഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ബെറ്റ് മാറ്റി ഇതിപ്പോ 10 mm ബെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ 10 mm ബെറ്റ് ഇട്ടിട്ട് ഈ ചെറിയ ഹോള് ഈ ബെറ്റിട്ട് വലുതാക്കാൻ പോകണം. ഈ ഹോളിലേക്ക് ഇനി നമ്മൾ ഈ നെറ്റ് അല്ല ഈ ഹോളിലേക്ക് ഇനി നമ്മൾ ഈ ബോൾട്ട് ഇതുപോലെയാണ് കടത്തി കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ട്യൂബ് ഇതുപോലെ കട്ട് ചെയ്യും ചരിച്ച്.
ഇവിടെയാണ് ക്യാബിനറ്റ് ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. ഇതുപോലെ ഈ രീതിയിൽ ഒരു ഈസി ചെയർ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുവരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.